ആദ്യം നമ്മൾ അവനെ പറളിയിൽ സലഫി സ്കൂളിലാണ് ചേർത്തിയത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തി. സ്കൂൾ ജീവിതം അങ്ങനെ അങ്ങനെ തുടങ്ങി. അങ്ങനെ ചേർത്തിയപ്പോൾ അത് അങ്ങനെ ചേർത്താൻ കാരണം അനിയത്തിൻ്റെ കുട്ടിയും ഇവനൊക്കെ ഏകദേശം ഒരു പ്രായമായിരുന്നു. അപ്പം അവനിക്കിങ്ങനെ ഇമിറ്റേറ്റിങ്, അതായത് അനുകരണം കുറച്ച് കൂടുതലല്ലേ. അപ്പോൾ നമ്മൾ അവനെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പറളിയിൽ അവനെ ചേർത്തി. അങ്ങനെ ചേർത്തി അവിടെ പ്രശ്നങ്ങളായി. കാരണം ഇവന് ആരുമായിട്ടും ചേരില്ല പറഞ്ഞാൽ ഇവനാരും ഉൾക്കൊള്ളാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഒരു വർഷം 1.5 വർഷത്തോളം നമ്മളവിടെ പറഞ്ഞയച്ചു. UKG തന്നെ ഞാൻ 2 വർഷമൊക്കെ ഇരുത്തി നോക്കി, എന്തെങ്കിലുമൊക്കെ ആവുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവർ നമ്മളോട് ഇങ്ങനെ മെല്ലെ കണ്ട് പറഞ്ഞു, നിഹാൽ ഇവിടെ പഠിച്ചാൽ ശരിയാവില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്കൂളൊക്കെ നോക്കുകയായിരിക്കും നല്ലത് എന്നുള്ളതൊക്കെ അവർ നമ്മളോട് അങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾ ഇനി അവർക്കൊരു ബുദ്ധിമുട്ടായി തുടങ്ങി നിഹാലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ മെല്ലെ അവിടുന്ന് മാറ്റി. പിന്നെ ഞങ്ങൾ അങ്ങനെ കോങ്ങാട്ടിലോട്ടൊക്കെ വന്നു. ഇവിടെ സാധാരണ സ്കൂളിൽ ആദ്യം ഞാൻ അവനെ മൗണ്ട് സീനിയർ സ്പെഷ്യലിസ്റ്റ് സ്കൂളിൽ ചേർത്താൻ പറ്റുമോ എന്നൊക്കെ ആദ്യം പോയി നോക്കി. പിന്നെ അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ വേണ്ട, എന്തായാലും വേണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സാധാരണ സ്കൂളിൽ പഠിക്കട്ടെ അവനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ സാധാരണ സ്കൂളിൽ ഇവിടെ ഒരു LP സ്കൂളിൽ അവനെ കൊണ്ട് ചേർത്തി. ആദ്യമൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എന്താ പറയുക, ഒരു പാടത്ത് നമ്മളിപ്പോൾ വല്ല പണിക്കോ ജോലിക്കൊക്കെ പോവില്ലേ, കണ്ടത്തിന് പണിക്കൊക്കെ പോണ പോലെ ആയിരുന്നു അവന് സ്കൂൾ വിട്ടിട്ടൊക്കെ തിരിച്ച് വരുമ്പോൾ. പിന്നെ കുട്ടികളായിട്ട് ചേരില്ല, അടി ഇടി, പിന്നെന്താ പറയുക, ഹൈപ്പറാണ്, 4 പറ ഓട്ടമാണ്. അങ്ങനെയൊക്കെ ആയിട്ട് അവൻ്റെ സ്കൂൾ ജീവിതം നമുക്കെന്താ പറയുക, ഒരു 2ാം ക്ലാസ് വരെ ഞാൻ 2ാം ക്ലാസ് പകുതിയിലാണ്, 1ാം ക്ലാസ് അങ്ങനെ പകുതി മുക്കാലൊക്കെ പോയി. 2ാം ക്ലാസ്സിൽ ആക്സിഡൻറ്റ് സംഭവിച്ചു. അങ്ങനെ ആ വർഷവും സ്കൂൾ ഫുള്ളായിട്ട് പോയി. പിന്നെ സ്കൂൾ പോകാനൊന്നും പറ്റിയില്ല. പക്ഷെ ആക്സിഡൻറ്റ് സംഭവിച്ചതിൽ എനിക്ക് കുറച്ചൊരു മെച്ചം കിട്ടിയെന്ന് വെച്ചാൽ അവൻ്റെ ഹൈപ്പർ കുറച്ച് ഒതുങ്ങി. കാരണം ഏകദേശം ഒരു 5-6 മാസത്തോളം എനിക്ക് അധികം എന്താ പറയുക നടക്കാനും എടുക്കാനൊന്നും പറ്റാണ്ട് ഞാൻ ചെറിയൊരു മക്കളെ നോക്കേണ്ട പോലെയൊക്കെ നോക്കേണ്ടി വന്നു. അതിൽ കുറച്ച് ഹൈപ്പർ ഒതുങ്ങി കിട്ടി എനിക്ക്. പിന്നെ എനിക്ക് മനസ്സിലായി സ്കൂളിൽ പോയിട്ട് ഒന്നും ഇവർ പഠിക്കില്ല, ആർക്കും ഇവരെ ഒരു ശ്രദ്ധ ഇല്ല, നമ്മുടെ മക്കളുടെ ഭാവി നമ്മുടെ കയ്യിൽ തന്നെയാണെന്ന് എനിക്ക് പോകെ മനസ്സിലായി. പിന്നെ സ്കൂളിൽ നിന്ന് ഓരോരോ കാര്യങ്ങളിലും ആർക്കും താല്പര്യം ഉണ്ടാവില്ല ഇവരിനെ സ്കൂളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഇറങ്ങി ഓടലും പ്രകൃതം മറ്റുള്ളവരെ ഉപദ്രവിക്കലൊക്കെ ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ 1ാം ക്ലാസ്സിൽ 1 മുതൽ 4 വരെയൊക്കെ അങ്ങനെ ഇടയ്ക്ക് സ്കൂളിൽ പോയിട്ടും പോകാണ്ടൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഞാൻ അവനെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമായി. കാരണം അവന് സാധാരണ കുട്ടികളെ പോലെ തന്നെ വരണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു. അങ്ങനെ ഞാൻ എന്താ പറയുക, വീട്ടിൽ തന്നെ ഇരുത്തിയിട്ട് വീട്ടിലൊരു റൂമിലിരുത്തും. ഒരു റൂമിൻ്റെ ഉള്ളിൽ അവനെ എന്താ പറയുക, കുറച്ച് അപ്പത്തിന് ഐ കോണ്ടാക്റ്റൊക്കെ അവനക്ക് നന്നായി കിട്ടി തുടങ്ങി. അപ്പം ഞാൻ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് ഓരോരോ അക്ഷരങ്ങൾ ഓരോ വലിയ ഒരു പോസ്റ്ററിൽ ആ, റാ, താ, പാ അങ്ങനെ വലിയ പോസ്റ്ററുകളിൽ ഓരോരോ അക്ഷരങ്ങൾ ഞാൻ വലുതാക്കിയിട്ട് അവനെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇവനിങ്ങനെ കുറച്ചൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ അക്ഷരങ്ങൾ ഞാൻ ഇവനെ ഓരോന്നോരോന്ന് മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ അവനതൊക്കെ എനിക്ക് തിരിച്ച് പറയാൻ തുടങ്ങി. ആ, റാ, പാ, താ, ലാ പറഞ്ഞിട്ട് ഓരോരോ അക്ഷരങ്ങൾ തിരിച്ച് വായിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യം ഇങ്ങനെ വടി ചൂണ്ടിയിട്ട് അത് പഠിക്കുമ്പോൾ അവൻ അതേ വടി എന്നോട് ചൂണ്ടിയിട്ട് അവനും പഠിക്കും, അവനും വായിക്കും. കാരണം എനിക്ക് നമുക്ക് റിപ്പീറ്റേഷൻ ഉണ്ടാകുമല്ലോ ഇവർക്ക്. അങ്ങനെ അവനെ ഞാൻ എന്താ പറയുക, ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും 5ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് അക്ഷരങ്ങളൊക്കെ അവനെ ഞങ്ങൾ പഠിപ്പിച്ച് ക്ലിയറാക്കി എടുത്തത്. പിന്നെ 5ാം ക്ലാസ് മുതൽ അവൻ പെട്ടെന്ന് ഓരോ അക്ഷരം മാറ്റി 2 അക്ഷരത്തിലേക്കായി, 2 അക്ഷരം 3 അക്ഷരത്തിലേക്കായി. അങ്ങനെ ഞാൻ അവനെ 10 വർഷം കൊണ്ടാണ് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചെടുത്തത്. മലയാളം ക്ലിയറായി എഴുതാനും വായിക്കാനും ഞാൻ വീട്ടിലിരുത്തിയിട്ടാണ് അവനെ 10 കൊല്ലം കൊണ്ട് ഞാൻ അവനെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത്. എല്ലാവരും വിചാരിക്കും 1 വർഷമോ 2 വർഷമൊക്കെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും. ഒരിക്കലും പറ്റില്ല. നല്ലോണം ക്ഷമ വേണം. വിട്ടുകൊടുക്കൂല അവരിനെ എന്നുള്ള നമുക്കൊരു ദൃഢപ്രതിജ്ഞ വേണം. അങ്ങനെ എന്താ പറയുക, നമുക്കെന്താ പറയുക, കരയാണോ വേണ്ടത്, ചിരിക്കുകയാണോ വേണ്ടതെന്നൊന്നും അറിയാത്തൊരു സമയമായി പോകും ഇവരെയൊക്കെ പഠിപ്പിച്ച് വലുതാകുമ്പോഴത്തേനും. അതിൻ്റെ ഇടയിൽ ഓരോരോ പ്രശ്നങ്ങൾ, സ്കൂളിൽ എന്താ പറയുക, ടീച്ചർമാരിൻ്റെ അവഗണന, മാഷ്മാരിൻ്റെ അവഗണന, പിന്നെ ഇവർക്ക് മറുപടി പറയാൻ കിട്ടാത്ത പ്രശ്നങ്ങൾ, അത് ചോദിച്ചാൽ മറുപടി പറയാൻ കിട്ടാത്ത പ്രശ്നങ്ങൾ, ആരെങ്കിലും വികൃതി കാട്ടിയ വന്ന് പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ. അങ്ങനെ ഇവർക്ക് ഇമോഷൻസ് ഒന്നും അത് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കില്ല. അങ്ങനെ അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം.
നമ്മളങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നിഹാലിനെയും കൂടി ഞാൻ തരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4ലും 5ലൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയൊക്കെയോ അവൻ മുന്നോട്ട് വന്നു. പിന്നെ ഒരിക്കലൊരു എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോലീസ് കേസും കാര്യങ്ങളൊക്കെ, അതിൻ്റെയൊക്കെ വക്കീലെത്തി. 1 2 ഒരു 3 4 ടീച്ചർമാർ, 4 5 ടീച്ചർമാർ അവനക്ക് ഓർമ്മയിലുള്ളൂ ഇത്തിരി നന്നായി അവനോട് പെരുമാറിയത്. ബാക്കി ആരും നമ്മുടെ മക്കളെ അംഗീകരിക്കില്ല, നന്നായി പെരുമാറില്ല, അവർക്ക് ക്ലാസ്സിലിരിക്കാൻ ഇഷ്ടപ്പെടില്ല. എന്താ പറയുക, ഇവരെ നമ്മളെന്താ പറയുക, ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടും, പുറത്ത് അവരിങ്ങനെ നടക്കുന്നുണ്ടാവും. ഞാൻ അങ്ങനെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കംപ്ലൈൻറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എന്താ പറയുക, ഇഷ്ടം പോലെ മറ്റുള്ള കുട്ടികളെ വികൃതി കാണിക്കുമ്പോഴും എടുക്കുമ്പോഴും നമ്മളോട് തന്നെ പറയും, എന്തിനാ അവനെ സ്കൂളിൽ കൊണ്ടുവരുന്നത്, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുത്തിക്കൂടെ, ഇടയ്ക്കെപ്പോഴെങ്കിലും ഇപ്പോൾ പറഞ്ഞയച്ചാൽ മതി എന്നൊക്കെ നമ്മളോട് ടീച്ചർമാർ പറയും. പക്ഷെ നമ്മളതൊന്നും മൈൻഡാക്കരുത്. കാരണം അവൻ സാധാരണ ഒരു കുട്ടിയായി വളരണം എന്നുള്ളത് നമ്മുടെ വാശിയാണ്. നമ്മുടെ മനസ്സിൽ ആര് വേദനിപ്പിച്ചാലും അതൊന്നും നമ്മുടെ മനസ്സിൽ കേൾക്കാണ്ട് ഞാനതൊന്നും എൻ്റെ മനസ്സിലേക്ക് എടുക്കില്ല. എൻ്റെ കുട്ടി നന്നായി വളരണം, നന്നായി ബിഹേവ് ചെയ്യണം, സാധാരണ കുട്ടിയെപ്പോലെ ആയിരിക്കണം എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമാണ്, മറ്റുള്ളവരുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി ബാക്കി എന്താ പറയുക, ബാക്കി കഥകളൊക്കെ ഇനിയും പറയാനുണ്ട്. അങ്ങനെ അവൻ എന്താ പറയുക, സ്കൂൾ കാലഘട്ടം അവൻ്റെ ഒരു നരക ജീവിതമായിരുന്നു. അതായത് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ ഇവർക്കൊരു മറുപടി പറയാൻ കിട്ടാണ്ട് വിഷമിക്കുമ്പോൾ നമ്മളിരുന്ന് കരയാറുണ്ട്. ആ സമയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകും. എന്നാലും നമ്മൾ അവരെ കൈവിടാണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ബാക്കി അടുത്തതിൽ പറയാം.